ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളിന്ന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദോശയുടെ പരുവത്തിലൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇതാ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്നൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉണക്കമുളക് ചതച്ചതും 1/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ചപ്പ് പൊതിനയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ലൂസായി വരണം കേട്ടോ. എന്താ ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചുട്ടെടുക്കുക. ഓരോരോ ദോശ നമുക്ക് ചുട്ടെടുക്കാം. നല്ല കളർഫുൾ ദോശ കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് അങ്ങനെ കറികൾക്കൊന്നും ആവശ്യമില്ല. പക്ഷെ ഇതിലേക്ക് നമ്മളിന്ന് കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പച്ചക്കറി കുറുമൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ദോശ തന്നെയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ശരി, ബൈ.